ഹലോ ഹലോ പറ. ഹലോ. എല്ലാരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇപ്പൊ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കൊടുക്കുന്ന ദിവസമായിരിക്കും. ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മള് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം ഇപ്പൊ അൻവിക്കും സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തു. അപ്പൊ അടുത്ത ആഴ്ചയ്ക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാനതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യങ്ങളാണ് ഈ എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചു. പക്ഷെ ഈ വീഡിയോ ഇടാൻ പിന്നെയും കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് എടുക്കുവാടി അന്വിക്ക് 2.5 വയസ്സുള്ളപ്പം ഇതുപോലെ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടപ്പം അന്വിക്ക് കിട്ടിയ ഗിഫ്റ്റാ. നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവക്ക് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കുട്ടിക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊടുത്തു. ഒരു പാവ ഉണ്ടായിരുന്നു, കുറെ ക്ലേ ഉണ്ടായിരുന്നു, മാല, വള, കമ്മലില്ല, സോറി, ഹെയർ ബാൻഡ്, ക്രിസ്മസ് കാർഡ്, അങ്ങനെയൊക്കെ കുറെ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. തിരിച്ചു കിട്ടുന്നത് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. ഇതൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് അല്ല കൊടുക്കുന്നത്, അതൊക്കെ സത്യമാണ്. പക്ഷെ ഇനിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തരുക. നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന എന്താണോ അതുപോലെ നല്ല സാധനം വേണം അവർക്ക് മേടിച്ചു കൊടുക്കാൻ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 രൂപയുടെ താഴെ അല്ലെങ്കിൽ അത് മാക്സിമം വന്നിട്ടുള്ള ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു മാനിന്റെ പാവയൊക്കെയാ മേടിച്ചു കൊടുത്തത്. അപ്പൊ അതെന്താണല്ലോ അത് കൂടുതലായിട്ടുണ്ട്. ഇവക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരാണ് സൈക്കിളില് ഫ്രണ്ടിൽ ആണിരിക്കുന്നു, പുറകിൽ ഒരു പെണ്ണിരിക്കുന്നു. ഒരു വുഡിന്റെ ഒരു ജസ്റ്റ് ഈ ഷോ കേസിലൊക്കെ വയ്ക്കുന്ന ഒരു ചെറിയൊരു പീസ്, ഒരു ഐറ്റം, അങ്ങനത്തെ ഒരു സാധനമാണ് ഇവക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഞാൻ ഓർക്കും, ആ പേരൻസ് എന്തുദ്ദേശിച്ചാ അങ്ങനെ ഈ 2.5 വയസ്സുള്ള കൊച്ചിന് ആ ഷോക്കേസിൽ വെക്കുന്ന ഒരു ഐറ്റം കൊടുത്ത് പോട്ടെ, 2 ബലൂണും 2 മിഠായും കൂടെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായേനെ. അവർക്ക് അത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അതെടുത്ത് അവിടെ മാറ്റി വെച്ചു. പിന്നെ അത് പോയിന്ന് തോന്നുന്നു. പറഞ്ഞു വന്നത്, നമ്മൾ കൊടുക്കുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ ഭയങ്കര പൈസയുടെ അല്ല, അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അവരുടെ ഏജ് അനുസരിച്ച്, ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെ അങ്ങനെ, എങ്ങനെയാന്നുള്ളവർക്ക് അതുപോലെ യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ കൊടുക്കണം. അപ്പൊ ഇതേ അന്വിക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഐറ്റങ്ങളൊക്കെ കാണിക്കാവേ. വലിയ ഐറ്റം ഒന്നും അല്ല, 150 ടീച്ചർ പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനി എടുത്തു വെക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ 150 പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാവയാട്ടോ. ഇങ്ങനെ ഞെക്കുമ്പോൾ ചെറിയ സൗണ്ട് കേൾക്കുന്ന ഒരു പാവ. പിന്നെ നെക്സ്റ്റ് കുറെ ഐറ്റങ്ങൾ കൂടിയിട്ട് ഒരു ബോക്സിൽ എടുത്ത് വെച്ചേക്കുവാണേ. ഫസ്റ്റ് ഒരു ക്രിസ്മസ് കാർഡ്, അതിൽ വിഷൊക്കെ എഴുതിയിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ കാർഡ്. പിന്നെ കുറച്ച് ക്ലേ ഉണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കളിക്കാൻ അവർക്ക് ഉപയോഗം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ, സ്നേഹത്തോടെ, അത്രയും ആത്മാർത്ഥതയോടെ ക്ലേ കുറെ ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഒരു ഷാർപ്നർ, മറ്റേ പെൻസിൽ കൂർമ്പിക്കണേ. പിന്നെയും കുറെ ക്ലേ. പിന്നെ ഒരു എറേസർ, ഒരു ഇതിന്റെ മർമെയ്ഡിന്റെ എറേസർ. പിന്നെ കുറച്ച് സ്റ്റിക്കർ ആട്ടോ, ഇത് വാളിലൊക്കെ ഒട്ടിക്കാവുന്ന കുറച്ച് സ്റ്റിക്കർ. ഒരു സ്കെയിലുണ്ട്. പിന്നെ ഇതും ഒരു വലിയ സ്റ്റിക്കറാണ്. അവർക്കത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം, അവർക്ക് സന്തോഷം ഉണ്ടാവണം. ഒരു ഗിഫ്റ്റ് കിട്ടി പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കണം. മിഠായി കൊടുക്കുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഞാൻ വെക്കൂല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ മിഠായി കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല കുട്ടികൾക്ക്, അതുകൊണ്ട് ഞാൻ വയ്ക്കുന്നില്ല. പിന്നെ ഒരു മറ്റേ എന്തായിരുന്നു ഇത്, യൂണിക്കോണിന്റെ ലൈറ്റ് തെളിയുന്ന ഒരു പെന്ന്, ഒരു ക്രയോൺസ്, ഒരു സ്കെച്ച് പേനയുടെ പാക്കറ്റ്, പിന്നെ ഒരു കളറിംഗ് ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ അവർ ചിലപ്പോൾ തിരക്കായിട്ട് മേടിച്ചതായിരിക്കും. ഇപ്പോ ഓടിപ്പോയി എന്തെങ്കിലും അത്യാവശ്യമുള്ളവരായിരിക്കും. എനിക്കറിയാം, ഇപ്പൊ ഓരോരുത്തർ തിരക്കിട്ടിച്ച് എന്നെ പോലെ തരാം, എന്നെ പോലെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും ഇങ്ങനെ ഗിഫ്റ്റ് മേടിച്ച് പാക്ക് ചെയ്യാനൊന്നും അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയുള്ളവർ മേടിക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കി അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഐറ്റം മേടിക്കണം. എത്ര തിരക്കാണേലും ഇപ്പൊ ആ ഐറ്റം ഷോക്കേസിൽ വെക്കുന്ന മേടിക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞു പാവയോ അല്ലെങ്കിൽ ഒരു ബോളോ മേടിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു സജഷനാണ്. അപ്പോ എത്ര തിരക്കാണ് നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെയൊക്കെ ലിങ്ക് കിട്ടുന്നതെല്ലാം ഞാൻ മുകളിൽ ടാഗ് ഇട്ടിട്ടുണ്ട്, അല്ല സൈഡിൽ എവിടെയെങ്കിലും ടാഗ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത്
കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ കുറെ വീഡിയോസ് ഇനിയുണ്ട്, ക്രാഫ്റ്റ് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസ്, അഫോർഡബിൾ ആയിട്ടുള്ള സാൻഡിൽസ്, ഫുഡ്വെയർ, സാൻഡിൽസ് തന്നെയാണല്ലോ ഫുഡ്വെയർ, ബാഗ്സ്, കുർത്തീസിന്റെ ഒക്കെ കളക്ഷൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ.